സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ഒക്കെ ആരംഭിച്ചതിന് ശേഷം വലിയ റിട്ടേൺസ് ഒന്നും കിട്ടുന്നില്ല. ബാങ്കിൽ 6% കിട്ടുമായിരുന്നല്ലോ. എന്തിനാണ് ഞാൻ ഇവിടെ ഉണ്ടാവുക? രണ്ട് ബാങ്കിലാണോ നിക്ഷേപിക്കേണ്ടത് അതോ മ്യൂച്വൽ ഫണ്ടിലാണോ നിക്ഷേപിക്കേണ്ടത് എന്ന് സംശയിച്ച് നിൽക്കുന്ന കുറേ ആൾക്കാരും ഉണ്ടാക്കാം. ആ രണ്ട് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ഒക്കെ ആരംഭിച്ചതിന് ശേഷം വലിയ റിട്ടേൺസ് ഒന്നും കിട്ടുന്നില്ല. ബാങ്കിൽ 6% കിട്ടുമായിരുന്നല്ലോ. എന്തിനാണ് ഞാൻ ഇവിടെ വന്നത് എന്ന് ചിന്തിക്കുന്ന കുറേ അധികം ആളുകളുണ്ടാവും. രണ്ട് ബാങ്കിലാണോ നിക്ഷേപിക്കേണ്ടത് അതോ മ്യൂച്വൽ ഫണ്ടിലാണോ നിക്ഷേപിക്കേണ്ടത് എന്ന് സംശയിച്ച് നിൽക്കുന്ന കുറേ ആൾക്കാരും ഉണ്ടാക്കാം. ആ രണ്ട് പേർക്കുമുള്ള വീഡിയോ ആണ് ഇത്. അപ്പോൾ പൂർണ്ണമായിട്ടും വീഡിയോ അവസാനം വരെ കാണുക. എൻ്റെ പേര് ധനേഷ് മുരളി. ഇങ്ങനെയുള്ള കണ്ടന്റുകളാണ് കൂടുതലായും നമ്മുടെ ചാനൽ വഴി വരിക. പ്രവാസികൾക്ക് വെൽത്ത് ക്രിയേറ്റ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടെ ഗ്രോവൽ എന്ന സ്ഥാപനം നമ്മൾ നടത്തി വരുന്നു. മ്യൂച്വൽ ഫണ്ട്, ഹെൽത്ത് ഇൻഷുറൻസ്, ടേം ഇൻഷുറൻസ് തുടങ്ങിയ സപ്പോർട്ടുകളും നമ്മൾ നൽകി വരുന്നു. വീഡിയോയിലേക്ക് കിടക്കാം. എങ്ങനെയാണ് ബാങ്ക് പ്രവർത്തിക്കുക? കുറേയധികം ആളുകളുടെ കയ്യിൽ നിന്ന് ഫണ്ട് റേസ് ചെയ്യുന്നു അല്ലേ? അത് FD ആയും ഒക്കെ ആളുകൾ നിക്ഷേപിക്കുന്നു, അല്ലെങ്കിൽ RD ആയി നിക്ഷേപിക്കുന്നു. അതിനുശേഷം മറ്റു കുറേ ആളുകൾ വരുന്നു ലോൺ എടുക്കാൻ. അങ്ങനെയുള്ള ആളുകൾക്ക് അതിൻ്റെ മുകളിലേക്ക് ലോൺ എമൗണ്ട് കൊടുക്കുന്നു. നല്ല പെർസെൻറ്റേജ് ബാങ്ക് വാങ്ങുന്നു. അതിൻ്റെ ഒരു ചെറിയ റിട്ടേൺ നമുക്ക് 6.5% എന്ന നിലയിലും 6% ആയാലും തിരിച്ചു തരുന്നു. ഇതിനിടയിൽ കിട്ടുന്ന ലാഭമാണ് ബാങ്കിൻ്റെ പ്രോഫിറ്റ്. ക്ലിയർ ആണല്ലോ? കുറേയധികം ആളുകളുടെ നിന്ന് ഫണ്ട് റേസ് ചെയ്യുന്നു, കുറച്ചധികം ആളുകൾക്ക് കൂടിയ വിലയ്ക്ക് തിരിച്ചു കൊടുക്കുന്നു. അതിനിടയിൽ കിട്ടുന്ന ഒരു എമൗണ്ട് ബാങ്കിന് പ്രോഫിറ്റായി ലഭിക്കും. ഇതിനിടയിൽ വീണ്ടും ഫണ്ടുകൾ ഉണ്ടാവും കേട്ടോ. അത് കോർപ്പറേറ്റ്സിലേക്കും മാർക്കറ്റിലേക്കും ഒക്കെ ബാങ്ക് ഇൻവെസ്റ്റ് ചെയ്യും. അങ്ങനെയും ബാങ്കിന് മറ്റൊരു വഴി കൂടിയും റിട്ടേൺസ് ലഭിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ബാങ്ക് വർക്ക് ചെയ്യുന്നത്. ഇതിനിടയിൽ നമുക്ക് കിട്ടുന്ന റിട്ടേൺ 6 to 6.5% ആണ്. ഇപ്പോൾ ഇനിയും അത് കുറയാൻ ചാൻസ് കൂടുതലാണ്. അങ്ങനെ തന്നെയാണ് വികസിത രാജ്യങ്ങളിലൊക്കെ തന്നെയും ബാങ്ക് FD റേറ്റ് വളരെ കുറവാണ്. ലൈക്ക് 2%, 3% നിലയിൽ പല വികസിത രാജ്യങ്ങളുടെയും സ്ക്രീനിൽ കാണുന്ന പോലെയുള്ള റിട്ടേൺസ് ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇന്ത്യയിലും സ്വാഭാവികമായിട്ടും ഇന്ത്യയുടെ ഗ്രോത്ത് അനുസരിച്ചിട്ട് FD റിട്ടേൺസ് കുറഞ്ഞു വരാനേ സാധ്യതയുള്ളൂ. റിട്ടേൺസിനെ പറ്റിയൊക്കെ പറയുന്നതിന് മുമ്പ് ഒരാളെ കൂടി നമ്മൾ പഠിക്കണം. അത് ഇൻഫ്ലേഷൻ എന്നൊരാളുണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിനിടയിൽ. അത് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാറില്ല. പ്രവാസികളൊക്കെ ആണെങ്കിൽ നാട്ടിൽ പോകുമ്പോൾ ഒരു ഭാഷയുണ്ട് എല്ലാവർക്കും. നാട്ടിൽ പോയിട്ട് വരുമ്പോൾ ആളുകളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ്, എന്ത് വിലയാണ് നാട്ടിൽ, ഒന്ന് ജംഗ്ഷൻ വരെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ എൻ്റെ 1000 രൂപ പോയി കിട്ടി എന്ന് പറയും. പക്ഷേ നിങ്ങൾ കമ്പയർ ചെയ്യുന്ന ഒരു പക്ഷേ പഴയ വിലയുമായിരിക്കും. ഇനിയും നമ്മൾ കാണാത്തൊരു മേഖല കൂടിയുണ്ട്, ഹോസ്പിറ്റൽ, അതേപോലെ തന്നെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ. ഈ രണ്ട് പർപ്പസിൻ്റെയും ഇൻഫ്ലേഷൻ നോക്കിയാൽ 14% മുകളിലാണ് ഇൻഫ്ലേഷൻ റേറ്റ്. ഹോസ്പിറ്റൽ ഈ വർഷം അഡ്മിറ്റ് ആകുന്ന ഒരു പേഷ്യൻറ്റിന് 1 lakh rupees ബില്ല് വന്നാൽ സ്വാഭാവികമായും അടുത്ത വർഷം വന്ന് 1,15,000 ആവും എന്നുള്ളതാണ് കണക്കുകളും ഡേറ്റയും നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് എന്ത് വേണം? ഒരു ഹെൽത്ത് ഇൻഷുറൻസ് നിർബന്ധമായും നിങ്ങൾക്ക് ഉണ്ടാവണം എന്നുള്ള കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ വിഷയം അതല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ വിഷയത്തിലേക്ക് വീണ്ടും വരുന്നു. അപ്പോൾ ഇൻഫ്ലേഷൻ എത്ര ശതമാനമുണ്ടെന്ന് അറിയാമോ? 6%. ഓരോ വർഷവും 6% വെച്ച് വില എല്ലാ സാധനങ്ങൾക്കും കൂടും. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പ്രവാസികളൊക്കെ ആണെങ്കിൽ നാട്ടിൽ പോയിട്ട് വരുന്ന സാധനങ്ങൾക്കൊക്കെ വലിയ വിലയാണ് എന്ന് പറഞ്ഞ് തിരിച്ചു വരുന്നത്. അതിന്റെ റീസൺ ഇൻഫ്ലേഷൻ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ഒറ്റ കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ. 2010 ഒരു ആവറേജ് ഫാമിലിക്ക്, വളരെ മീഡിയം ലെവൽ, മിഡിൽ ക്ലാസ് ലെവലിൽ ജീവിക്കുന്ന ഒരു ഫാമിലിക്ക് നാട്ടിലെ ജീവിത ചെലവെന്ന് പറഞ്ഞത് 10,000 രൂപയായിരുന്നു. 10,000 rupees. ഇന്ന് അത് എത്ര ആയിട്ടുണ്ടെന്ന് അറിയാമോ? ഇന്നൊരു ആവറേജ് ഫാമിലിക്ക് ജീവിക്കണമെങ്കിൽ 25,000 to 40,000 ആയിട്ടുണ്ട്. ഒരു 35,000 ഒരു ആവറേജ് എടുക്കാം. അത്രത്തോളം വിലയായിട്ടുണ്ട്. അടുത്ത 10 വർഷം കഴിയുമ്പോൾ അത് 80,000 രൂപയോളം ആകുന്നു. ഓരോ 10 വർഷത്തിലും അത് ഇരട്ടിയാകുന്നു എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇൻഫ്ലേഷൻ ഒരു കാര്യമുണ്ട്. അപ്പോഴാണ് നമ്മൾ എവിടെ പോകുന്നത്? ബാങ്കിന്റെ FDയുടെ പുറകിന് പോകുന്നത്. അവിടെ കിട്ടുന്ന റിട്ടേൺ എത്ര? 6 to 6.5. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന റിട്ടേണും ഇൻഫ്ലേഷനും ഏകദേശം ഒരുപോലെയാണ്. ഒരു 10 ലക്ഷം രൂപ FDയിലിട്ടു, ഒരു 10 കൊല്ലം കഴിയുമ്പോൾ നിങ്ങൾക്ക് എത്രയാണോ കിട്ടുന്നത് അതിന് ശരിക്കുമുള്ള വാല്യൂ അതിന് ഇൻഫ്ലേഷൻ കഴിച്ചു കഴിഞ്ഞു. അതായത് നിങ്ങളുടെ വില 10 ലക്ഷം രൂപ തിരിച്ച് കിട്ടുന്നത് വെറും 10 ലക്ഷം രൂപയായിട്ട് മാത്രമാണ്. അവിടെ ഗ്രോത്ത് സംഭവിക്കുന്നില്ല എത്ര വർഷം കഴിഞ്ഞാലും. കാരണം ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാൻ FDക്ക് സാധിക്കുന്നില്ല. ക്ലിയർ ആണല്ലോ? അതാണ് ബാങ്ക് FD എന്ന് പറയുന്നത്. ഇനി നമുക്ക് മ്യൂച്വൽ ഫണ്ടിലേക്ക് വരാം. എന്താണ് മ്യൂച്വൽ ഫണ്ട്? ഇനിയിപ്പോൾ മ്യൂച്വൽ ഫണ്ട് എങ്ങനെയാണ് പ്രവർത്തിക്കുക? മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് കൊടുക്കാനുള്ള മണി ബോക്സ്. അതിലിപ്പോൾ നമ്മുടെ വീട്ടിൽ കുറച്ചധികം ആളുകളുണ്ടെന്ന് വിചാരിച്ചു. ഗ്രാൻഡ് പേരൻസ്, കുട്ടികൾ, ഇങ്ങനെയുള്ള കുറേ അധികം ആളുകളുണ്ട്. എല്ലാവരും മണി ബോക്സിലേക്ക് എല്ലാ ദിവസവും കുറച്ച് റുപ്പീസ് ഇൻവെസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അത് സേവ് ചെയ്യുന്നു. അത് ഒരു വർഷം കഴിയുമ്പോൾ അത് പൊട്ടിക്കുന്നു, അല്ലെങ്കിൽ മണി ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അതിൽ കുറേ അധികം ക്യാഷ് ഉണ്ടാവും. അത് ആരൊക്കെയാണോ നിക്ഷേപിച്ചത് അവർക്ക് എല്ലാവർക്കും തിരിച്ചു കൊടുക്കുന്നു. ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് തന്നെയാണ് മ്യൂച്വൽ ഫണ്ട്. പക്ഷേ ഒറ്റ കാര്യമുള്ളൂ, മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആ ഇട്ട രൂപ തിരിച്ചു കൊടുക്കുകയല്ല, അതിന് പകരം ആ എമൗണ്ട് ഗ്രോ ആവുന്നുണ്ടാകും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി നമുക്ക് മ്യൂച്വൽ ഫണ്ടിലേക്ക് വരാം. ഈ സെയിം കൊടുക്കയുടെ ഒരു കാര്യം മനസ്സിൽ വെക്കുക. മ്യൂച്വൽ ഫണ്ട് എന്താണ് ചെയ്യുന്നത്? ഇന്ത്യൻ ഇൻവെസ്റ്റേഴ്സും അതേപോലെ ഫോറിൻ ഇൻവെസ്റ്റേഴ്സുമായിട്ടുള്ള കോടിക്കണക്കിന് ആളുകൾ മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതിനെ പൂളിംഗ് ഓഫ് മണി എന്ന് വിളിക്കാം. ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് AMCയിലേക്ക് പോകുന്നു. AMC എന്നാൽ അസറ്റ് മാനേജ്മെന്റ് കമ്പനി. മ്യൂച്വൽ ഫണ്ട് പേര് നിങ്ങളെ കേട്ടിട്ടുണ്ടാവല്ലോ. SBI മ്യൂച്വൽ ഫണ്ട്, ടാറ്റ മ്യൂച്വൽ ഫണ്ട്, HDFC മ്യൂച്വൽ ഫണ്ട്, DSP, ഇൻവെസ്കോ, അങ്ങനെയുള്ള കുറേയധികം മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ നിങ്ങൾ കേൾക്കുന്നുണ്ടാവുമല്ലോ അല്ലേ? അപ്പോൾ ഇതിനെയാണ് AMC എന്ന് വിളിക്കുന്നത്. ഈ പേരിൽ ഏകദേശം 46ഓളം AMCകൾ ഇന്ത്യയിൽ നിലവിലുണ്ട്.
ഇവരുടെയൊക്കെ കീഴിൽ ഏകദേശം 3000-നടുത്ത് 2800 to 3000 ഫണ്ട്സ് ഇന്ത്യയിൽ നിലവിലുണ്ട്. ഇങ്ങനെയാണ് മ്യൂച്വൽ ഫണ്ടുകൾ പ്രവർത്തിക്കുന്നത്. ഓരോ ഫണ്ടും ആർക്കാണ് വേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് നമ്മുടെ റിസ്ക് പ്രൊഫൈലും നമ്മുടെ പോർട്ട്ഫോളിയോയും നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ഹോറിസോണും ഒക്കെ ചെക്ക് ചെയ്തിട്ട് വേണം ഇതിൽ ഏത് ഫണ്ടാണ് എനിക്ക് ആപ്റ്റ് എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത്. അത് നിങ്ങൾക്ക് അതിനുള്ള വിവരം ഉണ്ടെങ്കിൽ നിങ്ങൾ തനിയെ ചെയ്തോളൂ, അല്ലെങ്കിൽ ഒരു അഡ്വൈസറുടെ സഹായം നിങ്ങൾക്ക് തേടാവുന്നതാണ്. അപ്പോൾ ഞാനൊരു 10,000 റുപ്പീസിൻ്റെ ഇൻവെസ്റ്റ്മെന്റ് SIP ആയിട്ടൊക്കെ ചെയ്യുമ്പോൾ മ്യൂച്വൽ ഫണ്ടിലാണെങ്കിൽ എന്ത് ചെയ്യും, എനിക്ക് കുറേ അധികം യൂണിറ്റ്സ് കിട്ടും. എന്ത് കിട്ടുന്നു? യൂണിറ്റ്സ്. അതിനെ NAV എന്ന് വിളിക്കാം. ആ യൂണിറ്റ്സ് നമ്മുടെ മണി ഗ്രോ ആവുന്നതനുസരിച്ച് യൂണിറ്റിന്റെ വാല്യൂ NAV പ്രൈസ് കൂടുന്നു. ഇവിടെയാണ് എൻ്റെ പ്രോഫിറ്റ് അല്ലെങ്കിൽ എൻ്റെ ഗ്രോത്ത്. ഞാൻ 10 രൂപയ്ക്കാണ് NAV പ്രൈസിലാണ് ഒരു യൂണിറ്റ് വാങ്ങിച്ചതെങ്കിൽ ഞാനൊരു 10 വർഷം കഴിഞ്ഞ് സെല്ല് ചെയ്യുമ്പോൾ ഒരു പക്ഷേ അത് 100 രൂപയോ 120 രൂപയാണെങ്കിൽ എൻ്റെ പ്രോഫിറ്റ് ആ ഒരു ഫണ്ടിൽ നിന്ന് 100 രൂപയ്ക്ക് അടുത്താണ്. അപ്പം ഞാൻ കുറേ അധികം യൂണിറ്റ്സുമായിട്ടിരിക്കുമ്പോൾ ആ യൂണിറ്റ്സ് ഇൻറ്റു എൻ്റെ NAV പ്രൈസ്, ഇതാണ് എൻ്റെ ലാഭം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് മ്യൂച്വൽ ഫണ്ടുകൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ മ്യൂച്വൽ ഫണ്ട് എല്ലാവർക്കും പറ്റുന്ന ഒരു സ്ഥലമാണോ? അല്ല, ഒരിക്കലും അല്ല. എല്ലാവർക്കും പറ്റുന്ന ഒരു മേഖലയല്ല. മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആലോചിക്കുക, റിട്ടേൺസ് ഒക്കെ മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് കിട്ടും, പക്ഷേ എല്ലാ വർഷവും കൃത്യമായിട്ട് ബാങ്ക് തരുന്ന പോലെ റിട്ടേൺ കിട്ടില്ല. സുഖമായിട്ട് ബാങ്ക് തരുന്ന പോലത്തെ ഫിക്സഡ് റിട്ടേൺ വാങ്ങിച്ചിരിക്കാൻ പറ്റില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മ്യൂച്വൽ ഫണ്ട് നടക്കില്ല. അപ്പോൾ മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ ലോങ് ടൈമിലേക്ക് ഒരു പ്രോസസ്സാണ്. ആ ഒരു സമയങ്ങളിൽ നമുക്ക് വലിയ ഗ്രോത്ത്, ലൈക്ക് 20%, 15% ഗ്രോത്ത് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ കിട്ടുന്നുണ്ട്. പക്ഷേ ബാങ്ക് തരുന്ന 6% ആണ് നിങ്ങൾക്ക് വേണ്ടത് വളരെ ഈസി ആയിട്ട് കിട്ടുന്ന ഒരു സ്ഥലം, ഫിക്സ്ഡ് ആയിട്ട് കിട്ടുന്ന സ്ഥലം, മനസ്സമാധാനം, അതാണ് എൻ്റെ ഇമ്പോർട്ടൻസ് എങ്കിൽ നിങ്ങൾ അതിൻ്റെ പുറകിന് പോവുക. പക്ഷേ മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് റിട്ടേൺ കിട്ടും, ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിന് വേണ്ടിയുള്ളതാണ്. ഒരു 5 ഇയറിലെങ്കിലും നിങ്ങൾക്ക് അത് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനുള്ള ക്ഷമയില്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന FD തന്നെയാണ്. FDയുടെയും മ്യൂച്വൽ ഫണ്ടിൻ്റെയും പ്രധാനപ്പെട്ട റിസ്കുകൾ നമുക്ക് നോക്കിയാൽ, FD എന്ന് പറഞ്ഞാൽ നോ റിസ്ക്, അല്ലേ? നോ റിസ്ക് ഫിക്സഡ് റിട്ടേൺ എന്നുള്ളതാണ്. പക്ഷേ ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് ടൂളാണോ? FD ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണോ? അല്ല, FD ഒരു സേവിങ് ടൂൾ മാത്രമാണ്. നേരത്തെ പറഞ്ഞ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാൻ പറ്റാത്ത സെയിം റിട്ടേൺ കുറച്ച് വർഷം കഴിയുമ്പോഴും അതേപോലെ തിരിച്ചു കിട്ടുന്ന ഒരു സ്ഥലം മാത്രമാണ് FD എന്ന് പറയുന്നത്. പക്ഷേ മ്യൂച്വൽ ഫണ്ട് അങ്ങനെയാണോ? അല്ല. മ്യൂച്വൽ ഫണ്ടിൽ എന്തുണ്ട്? ഗ്രോത്ത് ഉണ്ട്. പക്ഷേ എന്തുണ്ട്? റിസ്ക് ഉണ്ട്. പക്ഷേ എന്തുണ്ട്? ഇൻവെസ്റ്റ്മെന്റ് ടൂളാണ്. അവിടെ ഗ്രോത്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മ്യൂച്വൽ ഫണ്ടിൽ ഒരു 25,000 റുപ്പീസിന്റെ SIP ചെയ്ത ഒരാളുടെ റിട്ടേൺ എങ്ങനെയായിരിക്കും ലോങ് ടൈമിൽ കിട്ടുക എന്ന് നമുക്ക് നോക്കാം. മറ്റു കാര്യം കൂടി, മ്യൂച്വൽ ഫണ്ട് എല്ലാ വർഷവും ഈ പറയുന്ന 12-15% റിട്ടേൺ കിട്ടില്ല. മ്യൂച്വൽ ഫണ്ട് റിട്ടേൺസ് ചില വർഷങ്ങൾ നെഗറ്റീവ് ആയിരിക്കും, ചില വർഷങ്ങൾ ഫ്ലാറ്റ് റിട്ടേൺ ആയിരിക്കും, ചില വർഷങ്ങളിൽ വലിയ ഗ്രോത്ത് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ എല്ലാം ആവറേജ് ആണ് ഈ പറയുന്ന 12-15%. ഓരോ 5 വർഷങ്ങളുടെ ഹിസ്റ്ററി നോക്കുമ്പോൾ 15% മ്യൂച്വൽ ഫണ്ട് റിട്ടേൺ കിട്ടിയിട്ടുണ്ട്. ഒരു 5 വർഷമെങ്കിലും മിനിമം ഇൻവെസ്റ്റ് ചെയ്യാനുള്ള മനസ്സുള്ളവർക്ക് മാത്രമാണ് മ്യൂച്വൽ ഫണ്ട്. ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ഇനി മ്യൂച്വൽ ഫണ്ട് എങ്ങനെയാണ് പ്രവർത്തിക്കുക, മ്യൂച്വൽ ഫണ്ട് റിട്ടേൺസ് ഒരു ലോങ് ടൈം ഇൻവെസ്റ്റർക്ക് എങ്ങനെയാണ് കിട്ടുക എന്ന് കൂടി നോക്കാം. ഒരു 25,000 റുപ്പീസ് ആണ് നമ്മൾ SIP ആയിട്ട് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്ന് കരുതുക. ഒരു 10 വർഷം കൊണ്ട് നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ഒരു 12% CAGR ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടാകുക 58 ലാക്ക് ആയിരിക്കും. അതായത് 25,000 റുപ്പീസ് വെച്ച് 10 വർഷം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ 58 ലാക്സ് ആണ് 12% CAGR. അതേ ആള് ഒരു 5 വർഷം കൂടി ഇൻവെസ്റ്റ് ചെയ്താൽ എത്ര റിട്ടേൺ എന്ന് അറിയാമോ? അതായത് 15 വർഷം ഇൻവെസ്റ്റ് ചെയ്തായിരുന്നെങ്കിൽ 1.26 CR ആയി, അതായത് 1.25 കോടി രൂപയായി. ഇനി അദ്ദേഹം ഒരു 20 വർഷമാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിലോ 2.5 CR, 2.5 കോടിയായി. അതായത് 1 CR എത്താൻ 14 ഇയർ എടുത്തു. അടുത്ത സെക്കൻഡ് CR എത്താൻ വെറും 5 ഇയർ മാത്രമേ എടുത്തുള്ളൂ. തേർഡ് CR എത്താൻ എത്ര എടുത്തു? 3 വർഷം മാത്രമേ എടുത്തിട്ടുള്ളൂ. സോ നിങ്ങൾക്ക് വേണ്ടത് ഗ്രോത്ത് ആണോ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ബെസ്റ്റ് ടൂൾ മ്യൂച്വൽ ഫണ്ട് തന്നെയാണ്. ഇനി നിങ്ങൾക്ക് വേണ്ട ഒരു ഫിക്സഡ് റിട്ടേൺ ആണെങ്കിൽ നിങ്ങൾക്ക് എവിടെ പോവാം? ബാങ്കിൽ പോയിട്ട് FD ആയി നിക്ഷേപിക്കാം. നിക്ഷേപിക്കുകയല്ല, സേവ് ചെയ്യാം. അതായിരിക്കും ബെറ്റർ വേഡ്. അപ്പോൾ നിങ്ങൾ തന്നെ ആലോചിക്കുക, നിങ്ങൾ ഏത് ടൈപ്പുള്ള ആളാണ്, നിങ്ങൾ ഏത് ടൈപ്പുള്ള സൈക്കോളജിയിൽ ജീവിക്കുന്ന മനുഷ്യരാണ്. അതനുസരിച്ച് വേണം നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ടൂളും നിങ്ങൾ തിരഞ്ഞെടുക്കാൻ. ഒറ്റ കാര്യം കൂടി, ബാങ്കിൽ FD എന്നൊക്കെ പറയുമ്പോൾ കിട്ടുന്ന റിട്ടേണും ഗ്യാരണ്ടി എന്ന് പറയുമ്പോൾ ബാങ്കിന് 5 lakhs കൂടുതൽ ഗ്യാരണ്ടി തരാൻ സാധിക്കില്ല. ഒരാൾക്ക് എത്ര ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെങ്കിലും 5 lakh റുപ്പീസ് മാത്രമേ ബാങ്ക് നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാൻ സാധിക്കും. അപ്പോൾ ഞാൻ മ്യൂച്വൽ ഫണ്ടിനെ പറ്റി അത്യാവശ്യം വലിയൊരു കാര്യവും FD ഒരു മോശ കാര്യമാണെന്ന് പറയുന്നില്ല. വീണ്ടും പറയുന്നു, FD ഒരു മികച്ച ടൂൾ തന്നെയാണ്. FDയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ കൃത്യമായ റിട്ടേൺ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. പക്ഷേ അവിടെ ഗ്രോത്ത് സംഭവിക്കുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. മ്യൂച്വൽ ഫണ്ടിലേക്ക് വരുമ്പോൾ അവിടെ ഗ്രോത്ത് ഉണ്ട്, ഇൻവെസ്റ്റ്മെന്റിന്റെ വളരെ വലിയ സാധ്യതയുണ്ട്. 15% മുകളിലേക്ക് വലിയ റിട്ടേൺസ് തരുന്നുണ്ട്. അത് 25, 30, 40 ഒക്കെ കൊടുത്ത ഫണ്ടുകളും ഉണ്ട്. പക്ഷെ എന്ത് വേണം? ക്ഷമ വേണം. ക്ഷമയോടെ കാത്തിരിക്കുകയും വേണം. അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് മ്യൂച്വൽ ഫണ്ട്. അപ്പോൾ പോസിറ്റീവും നെഗറ്റീവും രണ്ട് സൈഡിലും ഉണ്ട്. എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് തീരുമാനിക്കേണ്ടത് നിങ്ങൾ ഓരോരുത്തരുമാണ്. നിങ്ങളുടെ സൈക്കോളജി അനുസരിച്ച് മാത്രമേ ഇൻവെസ്റ്റ്മെന്റ് തിരഞ്ഞെടുക്കാൻ സാധിക്കൂ. മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ മ്യൂച്വൽ ഫണ്ടിന്റെ ഗൈഡൻസും ഒക്കെ വേണ്ടവർക്ക് താഴെയുള്ള വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഞങ്ങളുടെ ടീമും ഞാനും നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. താങ്ക് യു.